ഹായ്, വെൽക്കം ടു മൈ ചാനൽ ട്വിങ്ക്ലിംഗ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയ മനോഹരമായ ഒരു കാഴ്ചയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പേര് വാലി വേഴ്സസ എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് ബങ്കി ജമ്പിങ് ഇൻ യൂറോപ്പ്. അതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് വലിയൊരു ബങ്കി ജമ്പിങ്ങിൻ്റെ ഒരു സ്ഥലമാണ്. യൂറോപ്പിലെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള ബങ്കി ജമ്പിങ് ആണ്. 220 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെയാണ് ജെയിംസ് ബോണ്ട് ഇവിടെ നിന്ന് ഈ ബങ്കി ജമ്പിങ് ചെയ്തിട്ടുള്ളതാണ്. അതുകൂടാതെ വേറൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ധൂം 3യുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. ഇവിടെ നിന്നാണ് അമീർ ഖാൻ ധൂം 3യുടെ ഷൂട്ടിങ്ങിൽ ബങ്കി ജമ്പിങ് ചെയ്തത്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ, സിനിമയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ സ്ഥലത്തിന്. ഇവിടെ നിന്ന് ഈ ചാടുന്നതിനെ പറയുന്നതാണ് ബങ്കി ജമ്പിങ്. 220 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇങ്ങേപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ഒരു ലേക്കാണ്. ലേക്കല്ല, ഡാമാണ്. അവിടെ ഒത്തിരി ആളുകൾ ഇങ്ങനെ അവിടെ ഈ ജമ്പ് ചെയ്യാനായിട്ടൊക്കെ വരുന്നുണ്ട്. ഇംഗ്ലീഷുകാരൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്. അവിടെ എഴുതി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ബങ്കി ജമ്പിങ്ങിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ധൂം 3യുടെ ഷൂട്ടിങ് നടന്നാണ് ഇവിടെ. അതിൽ സിനിമയിൽ കാണുന്ന അതേ ഇത് തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയൊരു കാഴ്ചയാണിത്, ബങ്കി ജമ്പിങ്. ഉണ്ടോ എന്നാ ഒരു ഹൈറ്റ് ഇതാണെന്ന് നോക്കി. താഴെ ഒരു ചെറിയൊരു ഇടുങ്ങിയ ഒരു ഇതിലോട്ടാണ് ഇത് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്തതും ഒക്കെ അതിൻ്റെ ഇയറും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹയ്യസ്റ്റ് ബങ്കി ജമ്പിങ് ഇൻ യൂറോപ്പ് എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ഒരുമാതിരി ഒത്തിരി ഫിലിം ഷൂട്ടിങ്ങുകളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. ജെയിംസ് ബോണ്ടൊക്കെ ഇവിടെ വന്ന് ചാടിയിട്ടുണ്ട്. ഇത് ബങ്കി ജമ്പിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടെ വരുന്ന വെള്ളം അത് ഭയങ്കര ഇതാണ് കേട്ടോ. ആ ഡാമിൽ വരുന്ന വെള്ളം ഒഴുകി ഇങ്ങനെ വരുന്നതാണ്. ആ റൂട്ടിൽ കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറൊരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ വെള്ളവും അവിടെയാണെങ്കിൽ ഈ ഇംഗ്ലീഷുകാരൊക്കെ വന്ന് അവിടെ നിന്ന് ഈ ലേക്കിലോട്ട് ഈ ഡാമിലോട്ട് ഇങ്ങനെ ചാടുന്ന ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ ചാടുന്നത് അവർ കണ്ടോ. ആ പാലം കണ്ടോ, ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് താഴോട്ട് വെള്ളത്തിലോട്ട് ചാടുന്നത് അവരുടെ ഒരു പ്രത്യേക ഒരു ഇതാണ്. ഒത്തിരി ആൾക്കാർ വന്ന് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര രസമാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ് കണ്ടില്ലേ, ഒരു പ്രത്യേക കളറാണ്. ഈ സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ വെള്ളത്തിന് പല കളറുകളാണ് കേട്ടോ. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും പല കളറാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഭയങ്കര തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. അവിടെ മുഴുവൻ പാറയാണ്. നിറച്ച് പാറയാണ്. അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. ആ പാലത്തിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ താഴെ വെള്ളത്തിലോട്ട് ചാടും. ഭയങ്കര ഒരു അഡ്വഞ്ചർ ഇതാണ് കേട്ടോ. ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ താഴെ ഈ ശരിക്കും ആ വെള്ളത്തിലോട്ടൊക്കെ അല്ല വീഴുന്നെങ്കിൽ മരിക്കുകയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉണ്ടോ, ഇങ്ങനെ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങേ സൈഡ് മൊത്തം പാറയാണ്. ഞങ്ങൾ ആ പാറയുടെ അവിടെ പോയി നിന്ന് ഒത്തിരി അടുത്ത് നിന്ന് ഞങ്ങൾ കണ്ട് 2-3 പേര് ചാടുന്നതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. വെള്ളം കണ്ടോ എന്തോരം ക്ലിയറാന്ന് നോക്കി, പച്ച കളർ വെള്ളം. കണ്ടോ ആ ഭാഗത്തോട്ടാണ്ടോ, ആ പാലത്തിൻ്റെ മേളിൽ നിന്ന് ആ വെള്ളത്തിലോട്ടാണ് ചാടുന്നത്. മുമ്പേ കണ്ടത് ബങ്കി ജമ്പിങ് ഉണ്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ബങ്കി ജമ്പിങ് നടക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് വെള്ളമില്ല. അവിടെ ആ ഡാമിൻ്റെ മറ്റേ ഓപ്പോസിറ്റ് സൈഡാണ്. ആ പാലത്തെ കൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡ് ഇങ്ങനെ കാണാം. വെള്ളം ഉള്ളതും വെള്ളം ഇല്ലാത്തതും അങ്ങേപ്പുറത്തെ സൈഡ്. അവിടെയാണ് ബങ്കി ജമ്പിങ് നടക്കുന്നത്. ഇവിടെ ആൾക്കാർ ഈ വെള്ളത്തിലേക്ക് ചാടുന്ന അങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി പേര് വന്ന് ഇവിടെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്.
ഇതാണ് ധൂം 3യുടെ ഷൂട്ടിംഗ് നടന്ന ലൊക്കേഷൻ കേട്ടോ. ഇതേ ചെറിയ ഹൈറ്റിൽ നിന്നും കുറേ ആൾക്കാർ ചാടുന്നുണ്ട് കേട്ടോ. ഏറ്റവും ഹൈറ്റിൽ നിന്ന് ചാടണമെങ്കിൽ ആ പാലത്തെ കയറണം, ആ ബ്രിഡ്ജിൽ കയറി നിന്ന് വേണം ചാടാൻ. അല്ലാത്ത ചിലരൊക്കെ ആ പാറയുടെ അവിടെ നിന്നൊക്കെ ചാടുന്നവരുണ്ട്. പല പല ഹൈറ്റുകളിൽ നിന്ന് ചാടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ചാടാനായിട്ട് 1-2 പേരൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ഭയങ്കര റിസ്ക്കാണ് കേട്ടോ, അവിടെ ചാടുന്നതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. മലയാളികളൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട്, ചാടുന്നൊക്കെ ഉള്ളവരുണ്ട്. അത്രയ്ക്കും എക്സ്പെർട്ടായിട്ടുള്ളവരൊക്കെ ആയിരിക്കും ചാടുന്നത്. ദേ ഒരാൾ ചാടുന്നുണ്ട്. ഇങ്ങനെ ഓരോരോ ഹൈറ്റിൽ നിന്നാണ് ഓരോരുത്തർ ചാടുന്നത്. കുറേ പേരൊക്കെ ഇവിടെ മരിച്ചെന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇങ്ങനെ തലയൊക്കെ അടിച്ച് എവിടെ ചെന്നാണ് ഈ ചാടുമ്പോൾ ഈ തല താഴെ ഇങ്ങനെ. ഞങ്ങൾ ഇതേണ്ടി ഇപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടെ പോവുക കേട്ടോ. ആ ബ്രിഡ്ജിൽ അതുകൊണ്ട് അവിടെ ചാടാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ടോ അതെ ഒരാളിപ്പോൾ ചാടി അതിൻ്റെ മേളിൽ നിന്ന്. ആ ബ്രിഡ്ജ് ഈ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കല്ലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയേക്കുക. അങ്ങപ്പുറത്തെ ആ പാറയുടെ അവിടോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. നല്ല രസമാണ് കേട്ടോ അവിടെ പോകുന്നത്. ഭയങ്കര ഭംഗിയാണ് അവിടെ കാണാനും. അവിടെ നമ്മളങ്ങ് നിന്ന് പോകും. നല്ല ക്ലൈമറ്റും ഒക്കെ നല്ലതായിരുന്നു. ഇവിടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതാണ്, ഡാമിൻ്റെ അവിടെ നിന്ന് ഒഴുകി വരുന്ന. ബങ്കി ജമ്പിങ് നടക്കുന്ന ആ ബ്രിഡ്ജ് ആ ഡാമിൻ്റെ അവിടെയാണ് കേട്ടോ. ഇത് വേറൊരു, അതിൻ്റെ ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന വേറൊരു സ്ഥലമാണ്. ഉണ്ടോ ബ്രിഡ്ജ് കണ്ടോ? ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് ആ ബങ്കി ജമ്പിങ്ങിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഈ മൗണ്ടൻ എല്ലാം ആൽപ്സ് ആണ് കേട്ടോ. ആൽപ്സ് പർവ്വത നിരകളാണ് ഈ ചുറ്റും കാണുന്നത്. ഞങ്ങളങ്ങനെ ദേ പാലം കടന്ന് ഇങ്ങേപ്പുറത്ത് വന്നു. ആ പാറയുടെ മേളിൽ വന്ന് നിൽക്കുക കേട്ടോ. ആൾക്കാർ ചാടുന്നത് കാണാനായിട്ട് ഞങ്ങൾ വന്ന് നിൽക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, എൻ്റെ ചാനലിൽ കയറി വേറെ വീഡിയോകളും സ്വിറ്റ്സർലൻഡിലെ ഭംഗിയൊക്കെയുള്ള കുറേ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണണം. അത് കണ്ടാൽ മാത്രം പോരാ, എന്നെ ഒന്ന് സബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യണം. സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ, മറക്കല്ലേ. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണേ, കാരണം അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണേ സബ് ചെയ്യുമ്പോൾ. ഏറ്റവും ഹൈറ്റിൽ നിന്ന് ഒരാൾ ചാടുന്നുണ്ട്, അത് നോക്കി നിൽക്കുക ഞങ്ങളെല്ലാവരും. വാലിയാണ്, വാലി വെഴ്സാസാക്ക സ്വിറ്റ്സർലൻഡ്, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. വെഴ്സാസാക്ക ബങ്കി ജമ്പിങ്. പിന്നെ ഗോൾഡൻ ഐ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ജെയിംസ് ബോണ്ട് അവിടെ വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.